ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈ മഴക്കാലത്ത് വൈകുന്നേരം നല്ല ചൂട് ചായയിലേക്ക് കഴിക്കാൻ പറ്റിയ ഒരു വടയാണ് കേട്ടോ ഇത്. ഈ വടയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന അവലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 3 കപ്പ് അവലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ അവലാണ്, വറുത്ത അവലൊന്നല്ല, സാധാ അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അവലിൻ്റെ മേലെ വെള്ളം വരണം കേട്ടോ നമ്മൾ കുതിർത്തുമ്പോൾ. അങ്ങനെ നമ്മളിതൊരു അരമണിക്കൂർ 1 മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെക്കാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അവൽ അരച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ, എന്നാലേ നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ അവൽ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റാണ്. അങ്ങനെ ഞാനിതാ ആ അവല് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത്, അല്പം ചില്ലി ഫ്ലെക്സ് കേട്ടോ. ചില്ലി ഫ്ലെക്സ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിൽ ഇഞ്ചിയുടെ പേസ്റ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ടും പിന്നെ എനിക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഇഞ്ചി ഇങ്ങനെ കടിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇഞ്ചിയുടെ പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊന്ന് ടൈറ്റ് ആവാനും അതുപോലെ ഒന്ന് ക്രിസ്പി വരാനും കൂടിയാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അങ്ങനെ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ ഒരു ഉഴുന്നുവടയിൽ അരിപ്പൊടി ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിൽ ചേർക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വടക്ക് വേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വടയുടെ ഷേപ്പ് ഉണ്ടാക്കാം. നമ്മുടെ ഉഴുന്ന് വടയുടെ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കൈയൊന്ന് നനച്ചൊന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഒരു കൈയിൻ്റെ നടുവിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് റൗണ്ട് ഷേപ്പ് ആയതിനു ശേഷം നമുക്ക് അത് നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആക്കിയെടുക്കുക, ഒരു ഓട്ടം കൊടുക്കുക കേട്ടോ. നമ്മളിത് ഷേപ്പ് ആക്കുമ്പോൾ കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കില്ല, കറക്റ്റ് അതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വേണ്ടത്. ലോ ഫ്ലെയിമിലും അല്ല ഹൈ ഫ്ലെയിമിലും അല്ല, അത് മീഡിയം ആയിട്ടാണ് വേണ്ടത്. ലോ ഫ്ലെയിമിലാവുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമാണ് കേട്ടോ വേണ്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്, ഞാനത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വടയുടെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇത് നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. ചായക്ക് നല്ല ബെസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ചിലപ്പോൾ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.